എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡ്ഡലിയുടെ റെസിപ്പിയാണ്. ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് സോഫ്റ്റ് ആകാത്തവർ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് 2 കപ്പ് അരിയാണ് എടുക്കുന്നത്. 240 മില്ലിയുടെ കപ്പിൽ 2 കപ്പ് അരിയാണ് ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് 1/4 കപ്പ് ഉഴുന്നാണ്. ഈ അരിയും ഉഴുന്നും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കുതിർത്തതിന് ശേഷം ഇത് കഴുകുന്നില്ല. ഇവിടെ ഇപ്പോൾ അരിയും ഉഴുന്നും നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഉഴുന്നിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവായും കൂടെ കഴുകി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മാവ് എളുപ്പത്തിൽ പൊങ്ങി വരുന്നതിനും നല്ലൊരു ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് ഉലുവ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത്. ഈ അരിയും ഉഴുന്നും കുതിർത്തതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട്. 2-3 മണിക്കൂർ കുതിർത്തതിന് ശേഷം ഒരു 2 മണിക്കൂറും കൂടെ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അരിയും ഉഴുന്നും ഫ്രിഡ്ജിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയ അരിയിലേക്ക് ഉഴുന്ന് കുതിർത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരി അരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അരി ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് ഉഴുന്നും ബാക്കി വെള്ളവും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ആക്കി കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഉഴുന്നരയ്ക്കുമ്പോൾ നന്നായിട്ട് അരച്ചെങ്കിൽ മാത്രമേ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. അടുത്തതായിട്ട് ഇതിലേക്ക് 1/4 കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ചോറ് ചേർത്തതിന് ശേഷവും നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരി അരച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഉപ്പാണ്. ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇതുപോലെ അരിയും ഉഴുന്നും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണമെന്ന് നിർബന്ധമില്ല. നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് അരച്ചെടുത്താലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. അരിയും ഉഴുന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ ഇതൊരു 8 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്ക് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ മാവ് അടച്ചു വെച്ച് ഒരു 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. 8 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്ക് മാവ് നന്നായിട്ട് പൊങ്ങി വരും. ഇവിടെ ഇപ്പോൾ മാവ് അരച്ചു വെച്ചിട്ട് ഏകദേശം ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയമായപ്പോഴേക്ക് നന്നായിട്ട് അരിയൊക്കെ അരച്ചത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഉപ്പൊക്കെ ഇന്നലെ ചേർത്തതാണ്. ഇത് മുകളിൽ നിന്ന് കോരി എണ്ണ തടവിയ ഇഡ്ഡലിത്തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ മാവൊക്കെ ഇഡ്ഡലിത്തട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പച്ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ച് അതിലേക്ക് ഈ ഇഡ്ഡലിത്തട്ട് ഓരോന്നായിട്ട് ഇറക്കി വെക്കാം. ഒരു 10-15 മിനിറ്റും കൊണ്ട് ഇഡ്ഡലി റെഡിയായിട്ട് കിട്ടും. ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് സോഫ്റ്റ് ആകുന്നില്ലെന്നുള്ളവർ ഈ ഒരു രീതിയിൽ ഒരു പ്രാവശ്യം ഇഡ്ഡലി ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം ഇഡ്ഡലിത്തട്ടിൽ നിന്ന് മാറ്റാം. ഇന്നത്തെ ഇഡ്ഡലിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി തരുന്നതായിരിക്കും.